ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വേരിയൻസിൻ്റെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുവാണ്. സോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണോ പ്രീവിയസ്ലി പഠിച്ചത് അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സോ നമ്മൾ എന്താണ് പഠിച്ചത്? വേരിയൻസ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് വേരിയൻസ്? നമ്മൾ എന്തെങ്കിലും കാര്യം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെക്റ്റ് ചെയ്ത കാര്യത്തിൽ നിന്ന് ശരിക്കും സംഭവം നടക്കുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ വേരിയൻസ് എന്ന് പറയും. അതായത് എക്സ്പെക്റ്റഡിൽ നിന്ന് ആക്ച്വലി സംഭവിച്ചത് തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ വേരിയൻസ് എന്ന് പറയും. അതങ്ങനെ നമ്മൾ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. അപ്പോൾ കോസ്റ്റിൻ്റെ രണ്ട് എലമെൻറ്റ്സ് ആണ് ക്വാണ്ടിറ്റിയും റേറ്റും. ഇനി നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് ആൻസർ വന്നെങ്കിൽ നമ്മൾ അതിനെ അഡ്വേഴ്സ് എന്ന് പറയും. ആൻഡ് പോസിറ്റീവ് ആണ് ആൻസർ വന്നെങ്കിൽ നമ്മൾ അതിനെ ഫേവറബിൾ എന്ന് പറയും. ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചത്. പിന്നെ നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് പഠിച്ചു. അപ്പം മെറ്റീരിയൽ വേരിയൻസ് എന്താണ്? നമ്മളിപ്പോൾ വേരിയൻസ് എന്താണെന്ന് പറഞ്ഞു. അതേ വേരിയൻസ് മെറ്റീരിയലിനെ സംബന്ധിച്ച് വരുമ്പോൾ അതിനെ നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയും. മെറ്റീരിയൽ വേരിയൻസിൽ നമ്മൾ എപ്പോഴും ഫോർമുലയിൽ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. മെറ്റീരിയൽ വേരിയൻസിൽ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റിൽ നിന്ന് ആക്ച്വലി ഇൻകറായ കോസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. കോസ്റ്റിൽ ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റും ഉണ്ട്. കോസ്റ്റിൻ്റെ രണ്ട് എലമെൻറ്റ്സ് ആണ് ക്വാണ്ടിറ്റി, റേറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, ഒന്ന് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻകറായ പ്രൈസിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. അതേപോലെ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വലി യൂസ് ചെയ്ത ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയും. ആൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്, പിന്നെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. നമ്മളെന്താ ആദ്യം എഴുതുന്നത്? ആദ്യം നമ്മൾ ഈൽഡ് വേരിയൻസ് എഴുതും, പിന്നെയാണ് നമ്മൾ മിക്സ് വേരിയൻസ് എഴുതുന്നത്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്? നമ്മൾ ഓൾറെഡി എത്ര മെറ്റീരിയൽ വേണം, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ മെറ്റീരിയൽ കൊണ്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ടാകുമെന്ന് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ശരിക്കും ഈ സംഭവം നടക്കുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. ഈൽഡിൻ്റെ അർത്ഥം എന്താ? ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൊപ്പോർഷനിൽ നിന്ന്, അതായത് നമ്മൾ മെറ്റീരിയൽസ് മിക്സ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ച പ്രൊപ്പോർഷനിൽ നിന്ന് ആക്ച്വലി മിക്സ് ചെയ്തപ്പോൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയും. മിക്സ് വേരിയൻസിൻ്റെ കേസിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു പപ്പായ ജ്യൂസ് ഉണ്ടാക്കുന്ന എക്സാമ്പിൾ. 50% പപ്പായ ഇട്ട് ബാക്കി 50% വെള്ളം ഇടും എന്നായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ 20% പപ്പായയും ബാക്കി 80% വെള്ളവും ഇട്ടു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളിത് പഠിച്ച കോൺസെപ്റ്റാണ്. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും, അതായത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്ത പ്രൊപ്പോർഷൻ, മിക്സ് പ്രൊപ്പോർഷൻ, അതിൽ നിന്ന് വ്യത്യാസം വരുത്തുവാണെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഫോർമുലാസ് വരിക? നമ്മളൊരു ട്രിക്കി വേയിലാണ് ഫോർമുലാസ് പഠിച്ചത്. പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നലെ ഫോർമുലാസ് പഠിച്ചത്. മെറ്റീരിയൽസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. പ്രൈസ് എന്ന് പറയുന്നത് റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് യൂസേജ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ നമ്മൾ ഫോർമുല എങ്ങനെ വരും? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ, അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അതേപോലെ മെറ്റീരിയൽ യൂസേജിൻ്റെ അവിടെയും സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ചെയ്യും.
യൂസേജ് വന്നതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? കീറി മുറിച്ച് നമ്മൾ ഫോർമുലയെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? നടുക്കൊരു സംഭവം വരും. അതിൻ്റെ പേരാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. എന്നിട്ട് നമ്മൾ ഈ ഫോർമുല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതും. അപ്പം എങ്ങനെ വരും? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് പുതിയ സംഭവം, അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പം മിക്സ് വേരിയൻസ് എങ്ങനെ വരും? നടുക്കത്തെ സംഭവം, അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള രീതിയിൽ പഠിച്ചെടുത്തത്. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റി റിഗാർഡിങ് പഠിച്ചു. ക്വാണ്ടിറ്റിയും അവറും, അതായത് യൂണിറ്റ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി പ്രൊഡക്ഷൻ മാനേജറിനായിരിക്കും. ആൻഡ് പ്രൈസിൻ്റെ റെസ്പോൺസിബിലിറ്റി, റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി പർച്ചേസ് മാനേജറിനായിരിക്കും. അപ്പോൾ പ്രൈസ് കണ്ടുപിടിക്കുന്ന ഏത് വേരിയൻസ് ആണ്? പ്രൈസ് വേരിയൻസ്. ആൻഡ് ക്വാണ്ടിറ്റിയും അവേഴ്സും യൂസ് ചെയ്ത് എന്ത് വേരിയൻസാണ് കണ്ടുപിടിക്കാറ്? യൂസേജ് വേരിയൻസ്. ക്ലിയർ? പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കലി പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളൊരു സ്പെസിഫിക് ഫോർമാറ്റ് ആയിരുന്നു ഫോളോ ചെയ്തത്. മൊത്തം ക്വസ്റ്റ്യൻസിന് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിൽ നമ്മൾ 11 കോളംസ് ആദ്യം വരക്കും. അതിൽ നമ്മൾ ഫസ്റ്റ്ലി മെറ്റീരിയൽസ് എന്തൊക്കെ യൂസ് ചെയ്തു എന്ന് എഴുതും. ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തു അത് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എഴുതും. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് എഴുതും, പിന്നെ ബഡ്ജറ്റ് എഴുതും, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് എഴുതും, പിന്നെ ആക്ച്വൽ എഴുതും. ഇതെല്ലാം ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട്, ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട്. പക്ഷെ ഇവിടെ നമ്മളത് ചെയ്യില്ല, കാരണം ഇവിടെ സ്പെസിഫിക്കലി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന്. അതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്റ് നടത്തിയിട്ടില്ല. ഇവിടെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് ആക്ച്വൽ എഴുതും, അവിടെ ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട്. എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ബേസിസിലാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ബേസിസിൽ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബേസിസിൽ. എന്ത് ബേസിസിൽ? ടോട്ടൽ ബേസിസ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ആക്ച്വലി എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു അത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എക്സ്പെക്റ്റേഷൻ പ്രകാരം എന്തോരം വേണ്ടി വരും? ആക്ച്വൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എക്സ്പെക്റ്റേഷൻ പ്രകാരം എന്തോരം വേണ്ടി വരും എന്നതാണ് ബഡ്ജറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ നമ്മൾ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഒരു ഡൗട്ടും ഇല്ലല്ലോ? കാരണം ഞാൻ ഇത് വീണ്ടും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റർ പുഷ്പം പോലെ തീർക്കാൻ പറ്റും. കാരണം ബാക്കി എല്ലാം സെയിം കോൺസെപ്റ്റ് ആണ്. സെയിം കോൺസെപ്റ്റ്, സെയിം ഫോർമുല. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. നമ്മൾ ആദ്യം ലേബർ വേരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ലേബർ വേരിയൻസ്? നമ്മൾ വേരിയൻസ് എന്താണെന്ന് പറഞ്ഞു. അത് ലേബറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മളതിനെ ലേബർ വേരിയൻസ് എന്ന് പറയാം. വേരിയൻസ് ലേബറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ലേബർ വേരിയൻസ് എന്ന് പറയാം. അങ്ങനെ ലേബർ വേരിയൻസിൽ ഇത് ആദ്യം വരുന്നത് ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ്. എന്താണ് ലേബർ കോസ്റ്റ് വേരിയൻസ്? ഞാൻ മെറ്റീരിയൽസിൻ്റെ കേസിൽ പറഞ്ഞു, മെറ്റീരിയൽസിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് ചെയ്യണമെന്ന്. അതേപോലെ തന്നെ ലേബറിലും സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല എന്ത് വരും? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളിവിടെ. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയായിരിക്കും ലേബറിൻ്റെ കേസസിൽ? ഹവർ ഇൻറ്റു റേറ്റ്. കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഹവർ ഇൻറ്റു റേറ്റ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അവർ എടുത്തത്? മെറ്റീരിയൽസിൻ്റെ കേസിന് നമുക്കതിനെ ക്വാണ്ടിറ്റി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ലേബറിൻ്റെ കേസസിൽ നമ്മളെങ്ങനെയാണ് ക്വാണ്ടിറ്റി ആയിട്ട് മെഷർ ചെയ്യാം? നമ്മളെങ്ങനെയാണ് ഒരാൾക്ക് ശമ്പളം കൊടുക്കാം? അയാൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു ഇൻറ്റു റേറ്റ്.
അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അതാണ് നോക്കുന്നത്, അതായത് ഈ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഹവർ. അപ്പോൾ ഹവർ ഇൻറ്റു റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ആൻഡ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ലേബറിൻ്റെ കേസിൽ? ഹവർ ഇൻറ്റു റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലേബർ കോസ്റ്റ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലേബർ പ്രൈസ് വേരിയൻസും ലേബർ എഫിഷ്യൻസി വേരിയൻസും. എന്താണ് ലേബർ പ്രൈസ് വേരിയൻസ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻകറായ പ്രൈസിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് നമ്മൾ ലേബർ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. നമ്മൾ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ഇൻകറായ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്താണ്? ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്തു, എത്ര എഫിഷ്യൻ്റോടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു, അതിനെക്കാട്ടും വ്യത്യാസമായാണ് ആക്ച്വലി നടന്നത്. അതായത് നമ്മൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ ആക്ച്വലി വർക്ക് ചെയ്തത് ആ എക്സ്പെക്റ്റ് ചെയ്ത അവേഴ്സിനെക്കാട്ടും കൂടുതലോ കുറവോ ആണെങ്കിൽ അതിനെ നമ്മൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയും. മെറ്റീരിയൽസിൻ്റെ കേസിൽ നമ്മളിവിടെ യൂസേജ് എന്നായിരുന്നു പഠിച്ചത്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ലേബറിൻ്റെ കേസിൽ ഇവിടെ എഫിഷ്യൻസി ആയിരിക്കും പറയുന്നത്. മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തു എന്ന് പറയും, പക്ഷേ ലേബറിന് നമ്മൾ എന്താ പറയുക? ലേബർ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലേ പറയാം. അതുകൊണ്ട് നമ്മൾ ലേബർ എഫിഷ്യൻസി എന്ന് യൂസ് ചെയ്യുന്നു ഇവിടെ. ക്ലിയർ അല്ലേ? ബാക്കി ഫോർമുലാസ് എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ മെറ്റീരിയൽസിൻ്റെ അവിടെ ക്വാണ്ടിറ്റി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ലേബറിൻ്റെ അവിടെ നമ്മൾ ഹവർ എന്ന് എഴുതും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലേബർ ഈൽഡ് വേരിയൻസ്, പിന്നെ ഒന്ന് ലേബർ മിക്സ് വേരിയൻസ്. അപ്പോൾ എന്താണ് ലേബർ ഈൽഡ് വേരിയൻസ്? ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര അവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത്ര ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. നമ്മൾ മെറ്റീരിയലിൽ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ലേബർ ഈൽഡ് വേരിയൻസ് എന്താണ്? നമ്മൾ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിൽ നിന്ന് ശരിക്കലുണ്ടായ ഔട്ട്പുട്ട് വ്യത്യാസമാണെങ്കിൽ അതിനെ നമ്മൾ ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ലേബർ മിക്സ് വേരിയൻസ് എന്താണ്? നമ്മുടെ കമ്പനിയിൽ ഒത്തിരി വർക്കേഴ്സ് ഉണ്ടാവും. ചിലവർ സ്കിൽഡ് ആയിരിക്കും, ചിലവർ സെമി സ്കിൽഡ് ആയിരിക്കും, ചിലർ അൺസ്കിൽഡ് ആയിരിക്കും. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു 50% സ്കിൽഡ് ലേബേഴ്സിനെ യൂസ് ചെയ്യും, ഒരു 20% സെമി സ്കിൽഡ് യൂസ് ചെയ്യും, പിന്നെ ബാക്കി 30% അൺസ്കിൽഡ് യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ആക്ച്വലി പ്രൊഡക്ഷൻ തുടങ്ങി യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊപ്പോർഷൻ യൂസ് ചെയ്തത്? ഒരു വ്യത്യാസം വരുത്തി യൂസ് ചെയ്തു. അതായത് 50%-ന് പകരം നമ്മൾ 10% സ്കിൽഡ് യൂസ് ചെയ്തു, ബാക്കി 80% നമ്മൾ സെമി സ്കിൽഡ് യൂസ് ചെയ്തു, പിന്നെ 10% നമ്മൾ അൺസ്കിൽഡ് യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ടൈപ്സ് ഓഫ് വർക്കേഴ്സിൻ്റെ പ്രൊപ്പോർഷൻ മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ മിക്സ് വേരിയൻസ് എന്ന് പറയും. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൊപ്പോർഷനിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ മിക്സ് ലേബർ മിക്സ് വേരിയൻസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഫോർമുല നോക്കാം നമുക്ക്. കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് എന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവർ. മെറ്റീരിയലിൻ്റെ കേസിൽ നമ്മളിവിടെ ക്വാണ്ടിറ്റി ആയിരുന്നു യൂസ് ചെയ്തത്, പക്ഷേ ലേബറിൻ്റെ കേസിൽ നമ്മളിവിടെ അവർ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് സെയിം തന്നെ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ, അതായത് സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെ മെറ്റീരിയലിൻ്റെ കേസിൽ ക്വാണ്ടിറ്റി ആയിരുന്നു, ലേബറിൻ്റെ കേസിൽ അവർ ആണ്. ഇനി നമ്മളത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഒന്ന് ഈൽഡ് വേരിയൻസും ഒന്ന് മിക്സ് വേരിയൻസും. അപ്പം നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നമ്മൾ കീറി മുറിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടുക്കൊരു സംഭവം ഇട്ട് കൊടുക്കും ആസ് യൂഷ്വൽ. അപ്പം ഇട്ട സംഭവത്തിൻ്റെ പേരാണ് ആക്ച്വൽ അവർ ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. മെറ്റീരിയൽസിൻ്റെ കേസിൽ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്.
പക്ഷെ ലേബറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വൽ അവർ ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആണ്. അപ്പോൾ ഫോർമുല എങ്ങനെ വരും? സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവർ ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ മെറ്റീരിയൽ ലേബർ മിക്സ് വേരിയൻസ് എന്താണ്? ആക്ച്വൽ അവർ ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ക്ലിയർ അല്ലേ? മെറ്റീരിയലിൻ്റെ സെയിം കോൺസെപ്റ്റ്, സെയിം ഫോർമുല എല്ലാം സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം ക്വാണ്ടിറ്റി വന്നെടുത്ത് നമ്മൾ അവർ എഴുതും, അത്രേ ഉള്ളൂ. ആൻഡ് യൂസേജിന് പകരം നമ്മൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞ വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് ബേസിക് ക്ലാസ് ആണ് പറഞ്ഞത്. ആ ബേസ് ക്ലാസ് കാണാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഫുൾ കോൺസെപ്റ്റ് മെറ്റീരിയൽസിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റീരിയലിന് പകരം ലേബറിന് വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും നമ്മൾ ആദ്യം ഈൽഡാണ് എഴുതുന്നത്, പിന്നെയാണ് മിക്സ് എഴുതുന്നത്. ഈ ഫുൾ കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയലിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ എല്ലാം നോക്കിയതാണ്. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ലേബർ കോസ്റ്റ് വേരിയൻസ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റിൽ നിന്ന് ആക്ച്വലി ഇൻകറായ കോസ്റ്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. ആൻഡ് ലേബർ കോസ്റ്റ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലേബർ പ്രൈസ് വേരിയൻസ്, രണ്ടാമത് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ലേബർ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻകറായ പ്രൈസിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്താണ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അവേഴ്സിൽ നിന്ന് ആക്ച്വലി യൂസ് ചെയ്ത അവേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയും. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈൽഡ് വേരിയൻസ്, ഒന്ന് മിക്സ് വേരിയൻസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിൽ നിന്ന് ആക്ച്വലി കിട്ടിയ ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. അതേപോലെ നമ്മൾ മിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ച വർക്കേഴ്സിൽ നിന്ന് നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത പ്രൊപ്പോർഷനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ലേബർ മിക്സ് വേരിയൻസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇത് ലേബറിൻ്റെ അതേ ഫോർമുല, അതേ കോൺസെപ്റ്റാണ് വേരിയബിൾ ഓവർഹെഡിനും യൂസ് ചെയ്യുന്നത്. സെയിം ഫോർമുല, സെയിം കോൺസെപ്റ്റ്, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞു മെറ്റീരിയൽസിനും സെയിം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഞാൻ ലേബർ പ്രത്യേകം എഴുതിയത്? ലേബർ പ്രത്യേകം എഴുതിയത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ എഫിഷ്യൻസി എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത് യൂസേജിന് പകരം, ആൻഡ് ക്വാണ്ടിറ്റിക്ക് പകരം പവറാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് ഞാൻ ചാർട്ടിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നുള്ളൂ. ഇനി ഇതേ ഫോർമുല, ഇതേ കോൺസെപ്റ്റ് തന്നെ വേരിയബിൾ ഓവർഹെഡിനും യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ലേബർ വേരിയൻസും കഴിഞ്ഞു. അടുത്തതാണ് സെയിൽസ് വേരിയൻസ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് കോസ്റ്റ് റിലേറ്റഡ് ആണ്. എന്ത് റിലേറ്റഡ്? കോസ്റ്റ് റിലേറ്റഡ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ. പക്ഷെ സെയിൽസ് എന്ന് പറയും നമുക്ക് ഇങ്ങോട്ട് കിട്ടുവാണ്, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല, ഇൻഫ്ലോ നടക്കുവാണ്. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, അതായത് വേരിയബിൾ ഓവർഹെഡിൻ്റെ കേസസിൽ നമ്മൾ ഔട്ട്ഫ്ലോ ഓഫ് മണി ആയിരുന്നു. പക്ഷേ സെയിൽസിൻ്റെ കേസിൽ നമുക്ക് ഇൻഫ്ലോ ഓഫ് മണിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽസിൽ എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കും. മെറ്റീരിയൽസിൽ എന്താണോ ചെയ്തത് അവിടുത്തെ നേരെ ഓപ്പോസിറ്റ്. അതായത് മെറ്റീരിയൽസിന് നമ്മൾ ഫോർമുലാസ് എങ്ങനെ കണ്ടുപിടിച്ച്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. അപ്പോൾ സെയിൽസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ്. കോസ്റ്റിൻ്റെ കേസസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ചെയ്തു. സെയിൽസിൻ്റെ കേസിൽ നമ്മൾ ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? നമുക്ക് പൈസ ഇങ്ങോട്ടാണ് കിട്ടുന്നത്, കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല, പൈസ ഇങ്ങോട്ട് കിട്ടുന്നതിന് കൊണ്ടാണ് നമ്മൾ ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻഫ്ലോ ഓഫ് മണിയാണ് ഇവിടെ നടക്കുന്നത്. കോസ്റ്റിൻ്റെ കേസിൽ ഔട്ട്ഫ്ലോ ഓഫ് മണി ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ചെയ്തത്. ക്ലിയർ അല്ലേ ആ പാർട്ട്? ഓക്കെ. അപ്പോൾ എന്താണ് സെയിൽസ് വേരിയൻസ്? നമ്മൾ വേരിയൻസ് എന്താണെന്ന് പറഞ്ഞു, റൈറ്റ്? അത് സെയിൽസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിന് സെയിൽസ് വേരിയൻസ് എന്ന് പറയും. സിമ്പിൾ. ഇനി സെയിൽസ് വേരിയൻസിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് സെയിൽസ് വാല്യൂ വേരിയൻസ്. എന്താണ് സെയിൽസ് വാല്യൂ വേരിയൻസ്? അതായത് എക്സ്പെക്റ്റ് ചെയ്ത സെയിൽസ് വാല്യൂയിൽ നിന്ന്
ആക്ച്വലി ഉണ്ടായ സെയിൽസ് വാല്യൂവിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയും. എന്താണ് പറഞ്ഞത്? എക്സ്പെക്റ്റ് ചെയ്ത സെയിൽസ് വാല്യൂവിൽ നിന്ന് ആക്ച്വലി ഇൻകറായ സെയിൽസ് വാല്യൂവിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയും. അപ്പോൾ സെയിൽസ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്, എത്ര ക്വാണ്ടിറ്റി ആണോ വിറ്റത് അത് ഇൻറ്റു റേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി സെയിൽസ് വാല്യൂ വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെയിൽസ് പ്രൈസ് വേരിയൻസ്, പിന്നെ സെയിൽസ് വോളിയം വേരിയൻസ്. അപ്പോൾ സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്താണ്? എക്സ്പെക്റ്റ് ചെയ്ത സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ആക്ച്വലി വിറ്റപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ്പെക്റ്റ് എന്താണോ ചെയ്തത് സെല്ലിംഗ് പ്രൈസ്, അതിൽ നിന്ന് ആക്ച്വലി വിറ്റപ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് സെയിൽസ് വോളിയം വേരിയൻസ്. എന്താണ് സെയിൽസ് വോളിയം വേരിയൻസ്? നമ്മൾ വിറ്റ് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തത് എന്താണോ പക്ഷെ ആക്ച്വലി വിറ്റ് പോയത് അതിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ അതിന് നമ്മൾ സെയിൽസ് വോളിയം വേരിയൻസ് എന്ന് പറയും. എന്താണ് സെയിൽസ് വോളിയം വേരിയൻസ്? നമ്മൾ എന്താണോ വിറ്റ് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷെ ആക്ച്വലി വിറ്റ് പോയത് അതിൽ നിന്ന് കൂടുതലോ കുറവോ ആണെങ്കിൽ അതിന് നമ്മൾ സെയിൽസ് വോളിയം വേരിയൻസ് എന്ന് പറയും. ഈ സെയിൽസ് വോളിയം വേരിയൻസിൽ മിക്സിൻ്റെ എഫക്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ താഴെ പഠിക്കും, അത് ഞാൻ അപ്പം പറയാം. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ആദ്യം എന്താ പഠിച്ചത്? സെയിൽസ് വാല്യൂ വേരിയൻസ് എന്താണെന്ന് പഠിച്ചു, സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ സെയിൽസ് വോളിയം വേരിയൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി സെയിൽസ് വോളിയം വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെയിൽസ് മിക്സ് വേരിയൻസ്, ഒന്ന് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. ഇവിടെ നമ്മൾ ആദ്യം മിക്സ് ആണ് എഴുതിയത്, പിന്നെയാണ് ക്വാണ്ടിറ്റി എഴുതിയത്. മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം yielded എഴുതി പിന്നെ മിക്സ് എഴുതി. പക്ഷെ ഇവിടെ ആദ്യം മിക്സ് ആണ് നമ്മൾ എഴുതുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ട്രിക്ക് ഓർത്ത് വെച്ചാൽ മതി. സെയിൽസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. അതായത് സെയിൽസിൻ്റെ കേസസിൽ നമ്മൾ കോസ്റ്റിൽ എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ സെയിൽസ് മിക്സ് വേരിയൻസ് എന്താണ്? നമ്മളുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്ത പ്രൊപ്പോർഷനിൽ നിന്ന് ആക്ച്വലി സെയിൽ നടന്നപ്പോൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സെയിൽസ് മിക്സ് വേരിയൻസ് എന്ന് പറയും. നമ്മുടെ കമ്പനിയിൽ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന പ്രൊപ്പോർഷനിൽ സെയിൽ ചെയ്യുന്ന ഓൾറെഡി എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി സെയിൽ നടത്തിയപ്പോൾ ഈ പ്രൊപ്പോർഷനിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് മിക്സ് വേരിയൻസ് എന്ന് പറയാം. സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്താണ്? സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്ത ക്വാണ്ടിറ്റി വിറ്റ് പോകുമെന്ന് ആക്ച്വലി വിറ്റ് പോയത് അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ സെയിൽസ് വോളിയം വേരിയൻസും സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞത് സെയിം ആയിട്ട് തോന്നും ഇല്ലേ? ഓക്കെ. ഇത് സെയിം അല്ല. ആക്ച്വലി ഇവിടെ സെയിൽസ് വോളിയം വേരിയൻസിൽ നമ്മൾ മിക്സിൻ്റെ എഫക്റ്റും കൂടി കൺസിഡർ ചെയ്യും. എന്താണ്? സെയിൽസ് വോളിയം വേരിയൻസിൽ നമ്മൾ മിക്സിൻ്റെ എഫക്റ്റ്, ഇതിൻ്റെ എഫക്റ്റും കൂടി കൺസിഡർ ചെയ്യും. പക്ഷേ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസിൽ നമ്മൾ മിക്സിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യത്തില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസിൽ നമ്മൾ മിക്സിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കത്തില്ല, എടുക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫൈൻ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. നിങ്ങൾ എങ്ങനെ അത് ഡിഫൈൻ ചെയ്യാം? അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് വാസ് എക്സ്പെക്റ്റഡ് ആൻഡ് വാട്ട് വാസ് ആക്ച്വലി സോൾഡ് ഇൻ ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് റേറ്റ്. However, it does not consider mix into consideration. അങ്ങനെ എഴുതിയാൽ മതി.
നമ്മൾ സ്വന്തം വാക്കിൽ നമുക്ക് എന്താണോ മനസ്സിലായത് അത് മാത്രം എഴുതിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഈ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ ആക്ച്വലി എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് ക്വാണ്ടിറ്റീസ് വിറ്റ് പോകുമെന്ന്, പക്ഷെ വിറ്റുപോയത് അതിൽ നിന്ന് വ്യത്യാസം കൊണ്ട്. മാത്രമല്ല ഇവിടെ നമ്മൾ സെയിൽസ് മിക്സ് വേരിയൻസ് കണക്ക് കൂട്ടത്തില്ല. അതായത് മിക്സിൽ വന്ന എഫക്റ്റ് മൂലം ക്വാണ്ടിറ്റി കൂട്ടലോ കുറവോ ആയിട്ടുണ്ടെങ്കിൽ ആ എഫക്റ്റ് നമ്മൾ ഇവിടെ കണക്ക് കൂട്ടത്തില്ല. അത് ഇൻവോൾവ് ചെയ്യാതെ എടുക്കുന്നതിനെയാണ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഫോർമുലാസ് എങ്ങനെ വരും നോക്കാം. നമ്മൾ പറഞ്ഞു സെയിൽസിൻ്റെ കേസിൽ നമ്മൾ ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? ആക്ച്വൽ വാല്യൂ മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ. സെയിൽസ് വാല്യൂ വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ വരും. ഇനി സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ത് വരും? ഞാൻ പറഞ്ഞു പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്ത് വരും? ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ്, അതായത് ആക്ച്വൽ റേറ്റ് മൈനസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ സെയിൽസ് വോളിയം വേരിയൻസ് എന്ത് വരും? വോളിയം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്, അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി നമ്മളിതിനെ ഡിവൈഡ് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഫോർമുല കീറി മുറിച്ചിട്ട് നടുക്കൊരു സാധനം കൊണ്ടുവരും. ആ നടുക്ക് കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ പേരാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഈ നടുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് ഫോർമുല. അപ്പോൾ ഫോർമുല എങ്ങനെ വരും? മിക്സ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റി വേരിയൻസ് എങ്ങനെ വരും? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ക്ലിയർ അല്ലേ? സെയിൽസിൻ്റെ കേസിൽ നമ്മൾ ആദ്യം മിക്സ് എഴുതും, പിന്നെ ക്വാണ്ടിറ്റി എഴുതും. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സെയിൽസ് വേരിയൻസ്. അപ്പം നമ്മൾ നമ്മുടെ ബുക്കിലുള്ള, അതായത് നമ്മുടെ BPP കിറ്റിലുള്ള വേരിയൻസസ് കവർ ചെയ്തു. നമ്മുടെ കിറ്റിൽ ആക്ച്വലി മെൻഷൻ ചെയ്തത് ആകെ മെറ്റീരിയൽ വേരിയൻസും സെയിൽസ് വേരിയൻസും മാത്രമാണ്. ബട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസിൽ ലേബർ വേരിയൻസ് ചോദിക്കാറുണ്ട്, ഓവർഹെഡ് വേരിയൻസ് ചോദിച്ചു. ഓവർഹെഡ് വേരിയൻസസ് കുറച്ചാണുള്ളൂ, വളരെ 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലേബർ വേരിയൻസ് ഒത്തിരി പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും പാർട്ട് ക്ലിയർ അല്ലേ? ഫസ്റ്റ്ലി നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ വേരിയൻസ് ലേബറിനെ റിലേറ്റഡും വേരിയബിൾ ഓവർഹെഡിനെ റിലേറ്റഡും പഠിച്ചു. പിന്നെ നമ്മൾ സെയിൽസ് വേരിയൻസ് എന്താണെന്ന് പഠിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെസ്പോൺസിബിലിറ്റി പഠിച്ചു. ക്വാണ്ടിറ്റിയും അവേഴ്സും ആണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പ്രൊഡക്ഷൻ മാനേജറിനാണെന്ന് പറഞ്ഞു. അതേപോലെ പ്രൈസിൻ്റെ റെസ്പോൺസിബിലിറ്റി പർച്ചേസ് മാനേജറിനാണെന്ന് പറഞ്ഞു. പിന്നെ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ഇതേ പ്രസൻറ്റേഷൻ തന്നെയാണ് ഈ പ്രാക്ടിക്കലി നമ്മൾ പ്രസൻറ്റ് ചെയ്ത സെയിം ഇതാണ് മെറ്റീരിയൽ ലേബറിന്, വേരിയബിൾ ഓവർഹെഡിന് ആൻഡ് സെയിൽസിന് യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനും സെയിം പ്രസൻറ്റേഷൻ ഫോർമാറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ജസ്റ്റ് ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി, ആൻസേഴ്സ് നിങ്ങൾക്ക് പുഷ്പം പോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ വേരിയൻസ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ സെയിൽസ് റേറ്റ് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അതായത് നമ്മളിവിടെ റേറ്റ് എന്ന് പറഞ്ഞു. ഈ റേറ്റ് നമ്മൾ എന്ത് റേറ്റാണ് യൂസ് ചെയ്യണത്? അതിനൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട് യൂസ് ചെയ്യാൻ. നമ്മൾ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. ആ റേറ്റ് എന്താണ്? ആ റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. അപ്പോൾ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട് ആ റേറ്റ് കണ്ടുപിടിക്കാൻ. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കും. ക്വസ്റ്റ്യനിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നോക്കും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യും. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കും. ഇനി അതും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പ്രോഫിറ്റ് പെർ യൂണിറ്റ് നോക്കും. പ്രോഫിറ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കും. അതെല്ലാം നമുക്കിനി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം.
ഇനി അതും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് എന്തെടുക്കുന്നത്? ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിനാണ്. അത് ഇല്ല എങ്കിൽ മാത്രം നമ്മൾ പ്രോഫിറ്റ് പെർ യൂണിറ്റിലേക്ക് ജമ്പ് ചെയ്യും. ഇനി അതും ഇല്ല എന്ന കേസാണെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി ഒരു എക്സംഷൻ എന്ന് പറയണത് സെല്ലിംഗ് പ്രൈസ് വേരിയൻസിൻ്റെ കേസസിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ പ്രൈസ് ആണ്. അതുകൊണ്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പം നമ്മൾ ഇനി ഇത്രയും പഠിച്ചു. ഇപ്പം നമ്മൾ കോസ്റ്റ് റിലേറ്റഡ് പഠിച്ചു, സെയിൽസ് റിലേറ്റഡ് പഠിച്ചു. ഇനി ഈ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് മാത്രമാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? കോസ്റ്റും സെയിൽസും മാത്രമാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? വേറെ ഒരു കാര്യങ്ങളും നമ്മൾ നോക്കത്തില്ലേ? നമ്മളൊരു കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കോസ്റ്റ് ഉറപ്പായിട്ടും നോക്കും. അപ്പോൾ കോസ്റ്റിൻ്റെ 2 എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റിയും പ്രൈസും. അപ്പോൾ അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ സെയിൽസും കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ വേറെ എന്തൊക്കെ കൺസിഡർ ചെയ്യും? നമ്മൾ ക്വാളിറ്റി നോക്കും. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ആണോ ചീത്ത ക്വാളിറ്റി ആണോ എന്ന് നമ്മൾ നോക്കും. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, അവർക്ക് ആ ക്വാളിറ്റി ഇഷ്ടപ്പെടുമാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓൺ ദ ഗോ നമ്മളിതൊക്കെ അന്വേഷിച്ച് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് ഡെലിവറി. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ കസ്റ്റമേഴ്സിന് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അതായത് ഇപ്പം നമുക്കൊരു മാരേജിന് പോകണം, അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചു ആമസോണിൽ നിന്ന്. അപ്പോൾ മാരേജ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗിഫ്റ്റ് തലേ ദിവസം എത്തുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഗിഫ്റ്റ് തലേ ദിവസം വന്നില്ലെങ്കിൽ ആ ഗിഫ്റ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ എന്താണോ പ്രോമിസ് ചെയ്തത്, എത്ര ദിവസം കൊണ്ടെത്തും അല്ലെങ്കിൽ ഡെലിവറി എന്നാണ് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ ആ പ്രോമിസ് ഡേയിൽ ഡെലിവറി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ വേസ്റ്റേജ് നോക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ എന്തോരം വേസ്റ്റേജ് പോകുന്നുണ്ട്, നമ്മുടെ ലേബേഴ്സ് ഒത്തിരി മെറ്റീരിയൽസ് വെറുതെ യൂസ് ചെയ്ത് കളയുവാണോ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോവുകയാണോ എന്നൊക്കെ നമ്മൾ നോക്കും. പിന്നെയാണ് നമ്മൾ സെയിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ സെയിൽസ് നോക്കും, ഉറപ്പായിട്ടും നോക്കും. സെയിൽസ് നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും പ്രൊഡക്ഷൻ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിന് നമ്മൾ വേറെ കൺട്രോൾ മെഷേഴ്സ് നോക്കേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പോൾ ക്വാണ്ടിറ്റിയും പ്രൈസും അല്ലാതെ 5 എണ്ണം ഉണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ക്വാണ്ടിറ്റിയും പ്രൈസും അല്ലാതെ 5 ഫാക്ടേഴ്സും കൂടിയുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് സെയിൽസ് ആണ്, അത് നമ്മൾ പഠിച്ചു. ക്വാണ്ടിറ്റി, പ്രൈസ്, സെയിൽസ്. അപ്പോൾ ഈ 3 അല്ലാതെ 4 ഫാക്ടേഴ്സ് വരും. അപ്പോൾ ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താണ്? ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് റിലേറ്റഡ് എന്താ വരിക? ക്വാളിറ്റി, പ്രൊഡക്റ്റ് ക്വാളിറ്റി. പിന്നെ 2 എണ്ണം കസ്റ്റമറായിട്ട് റിലേറ്റഡ്. ഒന്ന് കസ്റ്റമർ ഫീഡ്ബാക്ക്, ഒന്ന് ഡെലിവറി ടു കസ്റ്റമർ. എന്താണ്? 2 എണ്ണം കസ്റ്റമറായിട്ട് റിലേറ്റഡ്. ഒന്ന് കസ്റ്റമർ ഫീഡ്ബാക്ക്, ഒന്ന് ഡെലിവറി ടു കസ്റ്റമർ. പിന്നെ 2 എണ്ണം നമ്മുടെ കമ്പനിയുടെ അകത്ത് നടക്കുന്നത്, കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഒന്ന് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, ഒന്ന് സെയിൽസ്. അപ്പം എങ്ങനെയാണ് ഓർത്ത് വെക്കണത്? ഒന്ന് ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റഡ്, അതായത് ക്വാളിറ്റി. പിന്നെ 2 എണ്ണം കസ്റ്റമറായിട്ട് റിലേറ്റഡ്, അതായത് കസ്റ്റമർ ഫീഡ്ബാക്ക്, ഡെലിവറി ടു കസ്റ്റമർ. പിന്നെ 2 എണ്ണം കമ്പനിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഒന്ന് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, 2 സെയിൽസ്. അപ്പോൾ ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്ന് ക്വാളിറ്റി, 2 കസ്റ്റമർ ഫീഡ്ബാക്ക്, 3 ഡെലിവറി, പിന്നെ വേസ്റ്റേജ് ആൻഡ് സെയിൽസ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ 5 ക്വാളിറ്റീസ് നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ വേസ്റ്റേജ് പറഞ്ഞു, റേറ്റ് ഓഫ് വേസ്റ്റേജ്. നമ്മൾ വേസ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞു, എത്ര റോ മെറ്റീരിയലാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്ന്. ഇതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
റോ മെറ്റീരിയൽസ് എന്തോരം വേസ്റ്റായി എന്ന് നമ്മൾ നോക്കുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആണോ എന്നും നമ്മൾ ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഫീഡ്ബാക്ക്, കസ്റ്റമേഴ്സ് റേറ്റിംഗ് നോക്കും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ്. അത് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് വാങ്ങും, അവരുടെ റിവ്യൂ എന്താണെന്ന് വാങ്ങും. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ പറ്റും, നമ്മുടെ സർവീസ് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ QS, അതായത് ക്വാളിറ്റി ആൻഡ് സർവീസ്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി പെർസെൻറ്റേജ് ഓഫ് ഡെലിവറീസ് ഓൺ ടൈം. നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണോ പ്രോമിസ് ചെയ്ത ഡെലിവറി ടൈം ആ സമയത്ത് പ്രൊഡക്ട്സ് ഡെലിവർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതോടെ നമ്മുടെ സർവീസ് അവർക്ക് സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളിൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അതായത് അവർ നമ്മുടെ പ്രോഡക്ട്സ് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ ഓർ yield റേഷ്യോ. yield എന്ന് ചോദിച്ചാൽ എന്താണ്? ഔട്ട്പുട്ട്, അതായത് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽസിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കാൽക്കുലേഷൻ നടത്തുന്ന ഒരു മെത്തേഡാണ് yield റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇതും നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്താണെന്നും നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെ പോകുന്നുണ്ടെന്നും പിന്നെ എഫിഷ്യൻസിയും കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ല? അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇനീഷ്യൽസ് മാത്രം എഴുതാൻ കാരണം PE, അതായത് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി, പ്രൊഡക്റ്റ് എഫിഷ്യൻസി. പിന്നെ ഈ വെച്ച് എൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി. ഇവിടെ Q വെച്ച് എൻഡ് ചെയ്യുന്നു. അടുത്തത് ക്വാളിറ്റി ആൻഡ് സർവീസ്. ഇവിടെ S വെച്ച് എൻഡ് ചെയ്യുന്നു, സർവീസ് ആൻഡ് ട്രസ്റ്റ് അടുത്തതിൽ. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ആവറേജ് കോസ്റ്റ് ഓഫ് ഇൻപുട്ട്, അതായത് ഒരു മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ്. എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തു, എൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ്. ഇത് വെച്ച് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ പ്രൈസിങ് ഡിസിഷൻസ് അല്ലെങ്കിൽ പർച്ചേസിങ് ഡിസിഷൻസ് നന്നായിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മളുടെ മെറ്റീരിയലിൽ ഇത്ര എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും ഇല്ല, എഴുതിയിട്ടില്ല. ജസ്റ്റ് ഈ നെയിംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഈ 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഈ ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതാനുള്ള എന്തുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബാക്കി എക്സ്പ്ലനേഷൻസ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ യൂസ്ഫുള്ളിൻ്റെ കോളത്തിൽ ഞാൻ പറഞ്ഞേക്കുന്ന ഇനീഷ്യൽസ് വെച്ച വാക്കുകൾ നിങ്ങളുടെ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. എന്തൊക്കെയാണ് വേർഡ്സ്? ഒന്ന് പ്രൊഡക്റ്റ് എഫിഷ്യൻസി, ഒന്ന് എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി, അടുത്തത് ക്വാളിറ്റി ആൻഡ് സർവീസ്, അടുത്തത് സർവീസ് ആൻഡ് ട്രസ്റ്റ്, പിന്നെ പർച്ചേസിങ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ്. ഈ ഓരോ ടേംസ് നിങ്ങളുടെ ഓരോ ആൻസറിൽ എവിടെയെങ്കിലും ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്സ് കിട്ടും. ക്ലിയർ ആണോ? സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വേരിയൻസ് അനാലിസിസിൻ്റെ 16th ചാപ്റ്റർ ഇതിവിടെ തീർന്നു. അപ്പം നമ്മൾ ഫസ്റ്റ്ലി വേരിയൻസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ റെസ്പോൺസിബിലിറ്റി പഠിച്ചു, പിന്നെ പ്രാക്ടിക്കലി നമ്മൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് പഠിച്ചു. പിന്നെ ഇന്ന് നമ്മൾ ലേബറും വേരിയബിളും പഠിച്ചു, പിന്നെ സെയിൽസ് വേരിയൻസ് പഠിച്ചു. ആൻഡ് ഫൈനലി നമ്മൾ എന്തൊക്കെ വേറെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നും പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇനി നമുക്ക് BPPയിലെ കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ട്രൈ ചെയ്ത് നോക്കാം. വേരിയൻസ് അനാലിസിസ് ചാപ്റ്റർ. പറ്റാവുന്നത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ചെയ്തു മെറ്റീരിയൽസ് റിഗാർഡിങ്. പറ്റാവുന്നത്ര എന്നല്ല, ഫുൾ BPP വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു മെറ്റീരിയൽസ് റിഗാർഡിങ്. ഇന്ന് നമുക്ക് ലേബറും സെയിൽസ് റിഗാർഡിങ്ങും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ്ലി. ഉണ്ടെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത് ഈ ക്വസ്റ്റ്യനിലാണ്. നമ്മൾ അഡീഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് പഠിച്ചു. സെയിം ജസ്റ്റ് നെയിംസ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ.
ബാക്കി ടേംസ് നിങ്ങൾ പഠിക്കണം. ആ കീ ടേംസ്, അതായത് പ്രൊഡക്റ്റ് എഫിഷ്യൻസി, ക്വാളിറ്റി ആൻഡ് സർവീസ് ആൻഡ് ട്രസ്റ്റ്, PPD, അതായത് പർച്ചേസിങ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ്, ഇങ്ങനത്തെ കുറച്ച് ടേംസ് നിങ്ങൾ പഠിച്ചു വെക്കണം. എല്ലാ ആൻസറിലും എവിടെയെങ്കിലും ഈ ടേംസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ അവർക്ക് അതിന് വാല്യൂ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതുപോലെ സെയിൽസ് മിക്സ് പഠിച്ചു. അവർ മെറ്റീരിയൽ കഴിഞ്ഞ് ഡയറക്റ്റ് സെയിൽസിലേക്കാണ് ജമ്പ് ചെയ്തത്. നടുക്ക് വേരിയൻസ്, മറ്റേ ലേബർ വേരിയൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞു. സെയിൽസ്. ഓക്കെ, സെയിൽസ് നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് പ്രൈസ് വേരിയൻസ് ഉണ്ട്, ഒന്ന് വോളിയം വേരിയൻസ് ഉണ്ട്. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് മിക്സ് വേരിയൻസ് ആക്കി, ക്വാണ്ടിറ്റി വേരിയൻസ് ആക്കി. ടോട്ടൽ സെയിൽസ് വേരിയൻസിനെയാണ് നമ്മൾ സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസിന് ഇവിടെ സെയിൽസ് വാല്യൂവും വോളിയും തമ്മിൽ വ്യത്യാസം വരുന്നത്, അതായത് കൺഫ്യൂസ് ആവാറുണ്ട് ഇടക്ക്. ഈ സെയിൽസ് വാല്യൂ വേരിയൻസും സെയിൽസ് വോളിയം വേരിയൻസിൻ്റെയും SVV എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അതിന് പകരം ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ വവൽസ് ഇല്ലേ, AEIOU, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? വാല്യൂ. ആണ് ആദ്യം വരുന്നത്, സോ വാല്യൂ. രണ്ടാമതാണ് വരുന്നത്, ഇത് അവസാനത്തോടടുത്താണ് വരുന്നത്. അതുകൊണ്ട് വോളിയം. ഫസ്റ്റ് വരും, പിന്നെ വരും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാ ആഴ്ചയിലും ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് തന്നെ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ട്രിക്സ് ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 2 ചെയ്യാം. ഫസ്റ്റ്ലി എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് സെയിൽസ് വോളിയം വേരിയൻസ്, മിക്സ് വേരിയൻസ് ആൻഡ് ക്വാണ്ടിറ്റി വേരിയൻസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്, അതായത് ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് മനസ്സിലായി ഇത് വേരിയൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോമാറ്റ് ആദ്യം എഴുതാം. സ്റ്റാൻഡേർഡ്, budget, actual quantity and standard mix, actual quantity, rate amount, quantity rate amount and quantity rate amount. നമ്മൾ ഫോമാറ്റ് വെച്ചു. ഇനി എന്താ പറയുന്നത്? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. ജസ്റ്റ് ഡെസേർട്സ് കമ്പനി മേക്സ് ആൻഡ് സെൽസ് 2 products, ചോക്ലേറ്റ് ക്രഞ്ച് ആൻഡ് സ്ട്രോബെറി സൺഡേ. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ചോക്ലേറ്റ് ക്രഞ്ച് ആൻഡ് സ്ട്രോബെറി സൺഡേ. ദ ബഡ്ജറ്റഡ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ആർ ആസ് ഫോളോസ്. ബഡ്ജറ്റഡ് അവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ അവിടെയാണോ നമ്മളത് എഴുതുന്നത്? അല്ല, ബഡ്ജറ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റിൻ്റെ താഴെ തന്നെ എഴുതും. അപ്പോൾ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ചോക്ലേറ്റ് ക്രഞ്ചിൻ്റെ സെയിൽസ് യൂണിറ്റ് 400, സ്ട്രോബെറി സൺഡേയുടെ സെയിൽസ് യൂണിറ്റ് 300. അപ്പോൾ ബഡ്ജറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റി എത്രയാണ്? 400 and 300. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അവരെന്താ പറഞ്ഞത്? റവന്യൂ തന്നിട്ടുണ്ട്, കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് പഠിച്ചത്? റേറ്റ് ഇസിക്കൽ ടു വാട്ട്? അത് പ്രയോറിറ്റി ഓർഡർ ബേസ് ആയിരിക്കും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഇല്ല എങ്കിലാണ് നമ്മൾ പ്രോഫിറ്റ് പെർ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അതും ഇല്ല എന്നാണെങ്കിൽ മാത്രമേ നമ്മൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. മൊത്തം സെയിൽസ് യൂണിറ്റ്, അതായത് 400 യൂണിറ്റ്സിന് ഇത്ര റവന്യൂ വന്നു, ഇത്ര കോസ്റ്റ് വന്നു. അപ്പോൾ റവന്യൂ മൈനസ് കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി ആ ടോട്ടൽ കോൺട്രിബ്യൂഷനെ ടോട്ടൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 8000 മൈനസ് 6000 ഡിവൈഡഡ് ബൈ 400. ക്ലിയർ ആണോ? റവന്യൂ മൈനസ് കോസ്റ്റ് ഇസിക്കൽ ടു കോൺട്രിബ്യൂഷൻ. ഇത് കിട്ടുന്നത് ടോട്ടൽ യൂണിറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടാനായിട്ട് ടോട്ടൽ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. ഇനി ഈക്വൽ ടു 8000 minus 6000 divided by 400. 8000 minus 6000 divided by 400. Okay. 12,000 minus 11,100 divided by 300.
ബ്രാക്കറ്റും കൂടി ഇട്ടേക്കും. സോ ഒരു ചാൻസും ഉണ്ടാവത്തില്ല, ആൻസർ തെറ്റാണ്. സി റേറ്റ് അത്രയും വന്നപ്പോൾ തന്നെ ഞാൻ ഡൗട്ട് ചെയ്തതാണ് ബ്രാക്കറ്റിന്റെ പ്രോബ്ലം ആയിരിക്കണം. സി ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ റേറ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 5 and 3. അതെന്ത് റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. Actual sales were 280 units of chocolate crunch and 630 units of strawberry sundae. അപ്പോൾ ആക്ച്വൽ യൂണിറ്റ്സ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 280 യൂണിറ്റ്സ് ചോക്ലേറ്റിനും 630 യൂണിറ്റ്സ് സ്ട്രോബെറിക്കും. ഇപ്പം നമുക്ക് ഇവിടുത്തെ ആക്ച്വൽ ക്വാണ്ടിറ്റി കിട്ടി. ഇത് കിട്ടിയതോടെ നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? 910 into 300 ഡിവൈഡഡ് ബൈ 700. ഈ രണ്ട് ടോട്ടൽ സെയിം ആണ്. അങ്ങനെ നമ്മൾ കൺഫേമും ചെയ്തു. ഇനി എന്താ പറയുന്നത്? ദ കമ്പനീസ് മാനേജ്മെന്റ് ഇസ് ഏബിൾ ടു കൺട്രോൾ ദ റിലേറ്റീവ് സെയിൽസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ത്രൂ ദ അലൊക്കേഷൻ ഓഫ് സെയിൽസ് എഫേർട്ട്, അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ്. ഇതൊരു അൺവാണ്ടഡ് ലൈനാണ്. ജസ്റ്റ് അവർക്ക് ക്വസ്റ്റ്യൻ വലുതാക്കണം എന്നുണ്ടായിരുന്നു, അവർ ക്വസ്റ്റ്യൻ വലിച്ചു നീട്ടി വലുതാക്കി, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു യൂസ്ഫുള്ളും ഇല്ല. ഓക്കെ. ഇനി റേറ്റ് വ്യത്യാസം വല്ലതുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെ യൂസ് ചെയ്യും. ഇനി നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അവരെന്താ പറഞ്ഞത്? സെയിൽസ് വേരിയൻസസ് കണ്ടുപിടിക്കണം. ഓക്കെ, സെയിൽസ് വോളിയം വേരിയൻസ്, രണ്ട് പ്രൊഡക്റ്റിൻ്റെ വോളിയം വേരിയൻസ് വേണം. പിന്നെ സെയിൽസ് മിക്സ് വേരിയൻസ് വേണം. സെയിൽസിൻ്റെ കേസിൽ നമ്മൾ ആദ്യം മിക്സ് ആണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്, സെയിൽസ് മിക്സ് വേരിയൻസ് ആൻഡ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ സെയിൽസ് വോളിയം വേരിയൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ക്ലിയർ ആണോ? നെഗറ്റീവ് വന്നുകൊണ്ട് അഡ്വേഴ്സ്, പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ, പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മെറ്റീരിയൽ അല്ല, സെയിൽസ് മിക്സ് വേരിയൻസ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ്, അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സെയിം ഫോർമുല സ്ട്രോബെറിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ക്വാണ്ടിറ്റി വേരിയൻസ് എങ്ങനെയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സെയിം ഫോർമുല നമ്മൾ സൺഡേക്കും അപ്ലൈ ചെയ്ത് കൊടുത്തു. നെഗറ്റീവ് ആണെങ്കിൽ അഡ്വേഴ്സ്, പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ. നെഗറ്റീവ് അഡ്വേഴ്സ്, പോസിറ്റീവ് ഫേവറബിൾ ആൻഡ് പോസിറ്റീവ് ഫേവറബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയൻസസ്. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സെയിൽസ് വോളിയം വേരിയൻസ് 390 ഫേവറബിൾ. നമ്മൾ കണ്ടുപിടിച്ചതും 390 ഫേവറബിൾ. ഇനി സെയിൽസ് മിക്സ് വേരിയൻസ് 480 അഡ്വേഴ്സ്. ഇവിടെ 480 അഡ്വേഴ്സ്. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് 870 ഫേവറബിൾ. ഇവിടെയും നമുക്ക് 870 ഫേവറബിൾ. സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, ഫിഗേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആൻഡ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഞാനും സൈഡിലിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആൻസർ. ആൻഡ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്തതും ഞാൻ ചെയ്തതും തമ്മിൽ വ്യത്യാസമുണ്ടോ, നിങ്ങൾക്ക് സ്വയം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സെയിൽസ് വോളിയം പ്രോഫിറ്റ് വേരിയൻസ്, അതായത് സെയിൽസ് വോളിയം വേരിയൻസ് തന്നെയാണ്. പിന്നെ സെയിൽസ് മിക്സ് വേരിയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ 3 ക്വസ്റ്റ്യനെ വരുവാണെങ്കിൽ, അതായത് ബി പാർട്ടിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബേസ്ഡ് ഓൺ 1 ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ഫുൾ സിനാരിയോ തന്നിട്ട് അതിൻ്റെ ബേസിസിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പോൾ അതിൽ സപ്പോസ് ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വേരിയൻസ് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സാധാ എക്സലിൽ വന്നിട്ട്, അതായത് ലാസ്റ്റ് എക്സലിൽ വന്നിട്ട് ആൻസർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോയി ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഒറ്റ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾ റഫ് പേപ്പറിൽ ചെയ്തിട്ട് ടിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വേരിയൻസിൻ്റെ ഇതിൽ നമ്മളൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എക്സലിൽ ചെയ്യാനായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫസ്റ്റ്ലി നമുക്കൊരു ഇത് പ്രിപ്പയർ ചെയ്യാം. ഫോർമാറ്റ് സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ quantity, rate and amount, quantity, rate and amount, quantity, rate and amount. Okay, already അവർ പറഞ്ഞിട്ടുണ്ട് 2 products. Okay, pudding stress makes and sells 2 products, sticky toffee and chocolate goo. Sticky toffee and chocolate goo. Okay, 2 products ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ സെയിൽസ് യൂണിറ്റ്സ്, അതായത് ദ ബഡ്ജറ്റഡ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ആർ ആസ് ഫോളോസ്. ബഡ്ജറ്റഡ് സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, റവന്യൂ ആൻഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. റവന്യൂ മൈനസ് കോസ്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ആൻഡ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യാം. ഇതിൽ അവർ ഡയറക്റ്റ്ലി പറഞ്ഞിട്ട് ബഡ്ജറ്റഡ് സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൻ്റെ താഴെ എഴുതും. എത്ര ക്വാണ്ടിറ്റിയാണ്? 800 and 900. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. 5600 minus 2400 divided by 800. ഓക്കെ, ചോക്ലേറ്റ് ഗോയിൻ്റെ എത്ര വരാം? 4500 minus 2700 divided by 900. ഓക്കെ, ഇനി എമൗണ്ട് കണ്ടുപിടിക്കാം നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കാം. Actual sales in November was 600 units of sticky toffee and 1200 units of chocolate goo. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി 600 and 1200. The company's management is able to control the relative sales of each product through the allocation of sales support, advertising and sales promotion expenses. Unwanted line, ആ ലൈൻ വിട്ടേക്ക്, അതിൻ്റെ യാതൊരു ആവശ്യവും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇല്ല. ഓക്കെ, റേറ്റിൽ വ്യത്യാസമുണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ സെയിം റേറ്റ് യൂസ് ചെയ്തു. നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് കണ്ടുപിടിക്കും. അതായത് 1800 ഇൻറ്റു 800 ഡിവൈഡഡ് ബൈ 1700. 1800 into 900 divided by 1700. Okay.
ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് സെയിൽസ് വോളിയം വേരിയൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് മിക്സ് വരും എന്ന് പറഞ്ഞു, സെയിൽസ് മിക്സ് വേരിയൻസ്. ആൻഡ് ഫൈനലി സെയിൽസ് ഈൽഡ് വേരിയൻസ് വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് അല്ല, സെയിൽസിൻ്റെ കേസിൽ ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ്, ആക്ച്വൽസ് മൈനസ് സ്റ്റാൻഡേർഡ് into standard rate. സെയിം ഫോർമുല ചോക്ലേറ്റ് ബ്ലൂവിന് അപ്ലൈ ചെയ്തു, ടോട്ടൽ വേരിയൻസ് കണ്ടുപിടിച്ചു. നെഗറ്റീവ് ആയതുകൊണ്ട് അഡ്വേഴ്സ്, പോസിറ്റീവ് ആയതുകൊണ്ട് ഫേവറബിൾ, ആൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് അഡ്വേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് into സ്റ്റാൻഡേർഡ് റേറ്റ്. സെയിം ഫോർമുല താഴേക്ക് അപ്ലൈ ചെയ്തു. നെഗറ്റീവ് ആയതുകൊണ്ട് അഡ്വേഴ്സ്, പോസിറ്റീവ് ആയതുകൊണ്ട് ഫേവറബിൾ, ആൻഡ് ഫൈനലി സം കണ്ടുപിടിച്ചു നമ്മൾ. ടോട്ടൽ വേരിയൻസ് എത്രയാണ്? നെഗറ്റീവ് ആയതുകൊണ്ട് അഡ്വേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി into സ്റ്റാൻഡേർഡ് റേറ്റ്. പോസിറ്റീവ് ആയതുകൊണ്ട് ഫേവറബിൾ, പോസിറ്റീവ് ആയതുകൊണ്ട് ഫേവറബിൾ, ആൻഡ് ഫൈനലി സം കണ്ടുപിടിച്ചു. ആൻഡ് ദിസ് പോസിറ്റീവ് ഫേവറബിൾ. ഇനി നമുക്ക് ഈ ആൻസേഴ്സ് പോപ്പുലേറ്റ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സെയിൽസ് വോളിയം പ്രോഫിറ്റ് വേരിയൻസ്, അതായത് സെയിൽസ് വോളിയം വേരിയൻസ് നെഗറ്റീവ് 200 അഡ്വേഴ്സ്. കറക്റ്റ്. അടുത്തത് സെയിൽസ് മിക്സ് വേരിയൻസ്, അഡ്വേഴ്സ് 494. കറക്റ്റ്. അടുത്തത് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് 294 ഫേവറബിൾ. കറക്റ്റ്. സോ ഇതാണ് നമ്മളൊരു ചാപ്റ്റർ, വേരിയൻസിൻ്റെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ആൻഡ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇത്രയും പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും ടഫ്നെസ് തോന്നിയോ? ഐ റിയലി വോണ്ട് ടു നോ. എന്തെങ്കിലും ടഫ്നെസ് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ആൻഡ് ഈ ചാപ്റ്റർ ടഫാണെന്നാണ് സ്റ്റുഡൻസ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് കുഴപ്പമില്ല, ബട്ട് എൻ്റെ സ്റ്റുഡൻസിന് ഈ ചാപ്റ്റർ ഇനി എളുപ്പമായിരിക്കും. ആൻഡ് ഈ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. BPP കിറ്റിലെ BPP വർക്ക് ബുക്കിലെ കംപ്ലീറ്റ് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോൺസെപ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബുക്കിലുള്ളതും ബുക്കിലില്ലാത്തതും നമ്മളുടെ സിലബസിലുള്ളതുമായ എല്ലാ കോൺസെപ്റ്റും കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ആകെ ഇന്ന് നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ആ രണ്ടും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമോ അത്? ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ പറയും അഡ്വാൻസ് വേരിയൻസ് എന്ന് പറയും. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ വേരിയൻസ് അനാലിസിസ്. അത് പുതിയ ചാപ്റ്ററായിട്ട് നിങ്ങൾ കാണണ്ട, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കിയാൽ മാത്രം മതി. അതും ഇതേപോലെ വളരെ എളുപ്പമായിരിക്കും. ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷേ അതിനു മുമ്പ് ഈ ഫോർമുലാസ്, ഈ ചാപ്റ്റർ നിങ്ങൾ ഫിംഗർ ടിപ്സിലാക്കി എടുക്കണം. ഫോർമുല മാത്രമേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഫോർ ദ ഡേ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.